എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ട്രാൻസ്ഫോമർ എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റാണ് നമ്മൾ. നമുക്ക് ട്രാൻസ്ഫോമറിന് രണ്ട് വൈൻഡിങ് രണ്ട് സൈഡിലുണ്ട്, പ്രൈമറി സെക്കൻഡറി. പ്രൈമറി വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറിയിലെ വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് ഒരു റേഷ്യോയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രാൻസ്ഫോമറിൻ്റെ റേഷ്യോ നമുക്ക് അറിയത്തില്ല. ആ അവസരത്തിൽ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റ് നമ്പർ 61, ടേൺസ് റേഷ്യോ. അതിൻ്റെ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ ടേൺസ് റേഷ്യോ ഓഫ് ഗിവൺ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ബൈ പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ടേജ്. പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും വോൾട്ടേജ് മെഷർ ചെയ്തുകൊണ്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻ്റാണിത്. അവിടെ ഈ എക്സ്പെരിമെൻറ്റിൽ നടക്കുമ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഇവിടെ കാണിച്ചിരിക്കുന്ന സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്ങുകളാണ് കാണിച്ചിരിക്കുന്നത്. ഈ വൈൻഡിങ്ങിലേക്ക്, പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മളൊരു സപ്ലൈ, AC സപ്ലൈ കൊടുക്കുന്നു. ആ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ 240 വോൾട്ട് സപ്ലൈ 0 മുതൽ 270 വരെയുള്ള റേഞ്ചിൽ നമുക്ക് യഥേഷ്ടം നമ്മുടെ ആവശ്യാനുസരണം ഔട്ട്പുട്ട് എടുത്തുകൊണ്ട് നമ്മൾ സർക്യൂട്ടുകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ആ ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിയാണോ റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറിയിലേക്ക് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് മെഷർ ചെയ്യുവാൻ വേണ്ടി ഒരു വോൾട്ട്മീറ്റർ പ്രൈമറിക്ക് അക്രോസ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡറിക്ക് അക്രോസ് ആയിട്ട്, സെക്കൻഡറി വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ട് മറ്റൊരു വോൾട്ട്മീറ്ററും കാണിച്ചിരിക്കുന്നു. ഇവിടെ ഒരു സ്വിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. DP-ST സ്വിച്ച്, ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ഷൻസ് നമ്മൾ ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന ഏതൊരു സർക്യൂട്ടിലും ആ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പൊസിഷൻ സീറോ ഔട്ട്പുട്ട് പൊസിഷനിൽ വേണം നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ വയ്ക്കുവാനായിട്ട്. നമ്മൾ 0 പൊസിഷനിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ വെരി ചെയ്തുകൊണ്ട് പ്രൈമറി സൈഡിലേക്ക് ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യും. എക്സാമ്പിൾ നമ്മളിപ്പം ഒരു 200 വോൾട്ട് വോൾട്ട്മീറ്ററിൽ 200 വോൾട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ടൈമിൽ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് നമുക്ക് ഈ രണ്ടാമത്തെ വോൾട്ട്മീറ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 200 വോൾട്ട് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ എത്ര വോൾട്ട് ഉണ്ടാകുന്നോ അത് തമ്മിലുള്ള റേഷ്യോ ആണ് ടേൺസ് റേഷ്യോ ഉണ്ടാകുന്നത്. ടേൺസ് റേഷ്യോയിൽ VS/VP = K എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. K എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് 1ൽ കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, 1ൽ കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടുത്തെ പ്രൈമറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കുമോ അതായിരിക്കും ഈ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്മൾ 200 പകരം സിംഗിൾ ഫേസ് സപ്ലൈ 230 കൊടുക്കാം. 230 കൊടുക്കുമ്പോൾ ആ കണ്ടീഷനിൽ ആ ടൈമിൽ സെക്കൻഡിൽ എത്ര വോൾട്ടേജ് ഉണ്ടാകുന്നോ ആ വോൾട്ടേജും കൊടുക്കുന്ന പ്രൈമറി വോൾട്ടേജ് തമ്മിലുള്ള റേഷ്യോ, ആ 2 വോൾട്ട്മീറ്ററിൻ്റെയും വാല്യൂസ് നമ്മൾ എടുത്തുകൊണ്ട് അത് നമ്മൾ ട്രാവലർ കോളത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. പ്രൈമറി കൊടുക്കുന്ന വോൾട്ടേജ്, സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് റേഷ്യോ നമുക്ക് PS/VP എന്നുള്ള ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് റേഷ്യോ കണ്ടുപിടിക്കാം. റേഷ്യോ കണ്ടുപിടിച്ചിട്ട്
ആ റേഷ്യോ എത്ര കിട്ടുന്നു അതനുസരിച്ച് ഈ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഈ വർക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അതുപോലെ കോളത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. DPST സ്വിച്ച്, ഓട്ടോ ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, വോൾട്ട്മീറ്റേഴ്സ്. 2 വോൾട്ട്മീറ്റർ വേണം. പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും ഓരോ വോൾട്ട്മീറ്റർ വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വർക്കിനെ പറ്റി പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി ഈ വർക്കിന് വേണ്ട ടൂൾസ് നിങ്ങൾ തന്നെ അതിൻ്റെ കോളം വരച്ച് ടൂൾസ് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് എടുക്കും. നമ്മളിന്ന് 61ാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുകയാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് DP സ്വിച്ചാണ്. ആ സ്വിച്ചിൽ നിന്നൊരു ഓട്ടോ ട്രാൻസ്ഫോമറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമറിന് ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കോഡ് വയറാണിത്. ഇത് നമ്മൾ സപ്ലൈ ഇൻപുട്ട് കൊടുക്കാനുള്ള സപ്ലൈ ലൈനിലേക്ക് കുത്തേണ്ടതാണ്. ഇത് നമ്മൾ കുത്തി കഴിഞ്ഞ് ഔട്ട്പുട്ട് എടുക്കുന്ന 2 ടെർമിനലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് നമ്മുടെ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വെളിയിലേക്ക് കിട്ടുന്ന വോൾട്ടേജ് വേരി ചെയ്യിക്കാനുള്ള റൊട്ടേറ്റിംഗ് നോബാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വേരി ചെയ്യുന്നതനുസരിച്ച് ഈ ടെർമിനലുകളിൽ നിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്ത് വെളിയിലേക്ക് ലഭിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഏതൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴും ഓട്ടോ ട്രാൻസ്ഫോമർ 0 പൊസിഷൻ നോബ് 0 പൊസിഷനിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ടിൽ നമ്മൾ സപ്ലൈ വെളിയിലേക്ക് എടുക്കുന്നു. വെളിയിലേക്ക് എടുത്ത് ആ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഏത് ട്രാൻസ്ഫോമറിൻ്റെ ആണോ ടേൺസ് റേഷ്യോ കാണുന്നത് കണ്ടുപിടിക്കേണ്ടത് ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലേക്കാണ് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഈ സപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന സപ്ലൈയുടെ സപ്ലൈ വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്യാനായിട്ട് ഒരു വോൾട്ട് മീറ്റർ പ്രൈമറി സൈഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പം ഓട്ടോ ട്രാൻസ്ഫോമറിൽ നിന്ന് ഫേസിലുള്ള വോൾട്ട് മീറ്ററിൽ കണക്ട് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ മെഷർ ചെയ്യേണ്ടതായ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. വീണ്ടും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ നിന്ന് മറ്റൊരു വോൾട്ട് മീറ്റർ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണോ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ ഒരു വോൾട്ട് മീറ്റർ നമ്മളുടെ സെക്കൻഡറി സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ കണക്ഷന് ശേഷം നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുകയാണ്. ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് ഇൻപുട്ട് സപ്ലൈ ആദ്യം കൊടുക്കുന്നു. 0 പൊസിഷനാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് സപ്ലൈ ഓൺ ആക്കിയാലും ഔട്ട്പുട്ടിലേക്ക് വോൾട്ടേജ് ഒന്നും എത്തുകയില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് സൈഡിലേക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അത് 230 സിംഗിൾ ഫേസ് വോൾട്ടേജ് 230 നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൽ വേരിയബിൾ നോബ് വേരി ചെയ്യിച്ചുകൊണ്ട് 230 വോൾട്ട് സപ്ലൈ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് നോബ് വേരി ചെയ്യുമ്പോൾ പ്രൈമറിയിൽ കൊടുത്തിരിക്കുന്ന വോൾട്ട് മീറ്റർ നമ്മൾ നോക്കണം. ആ വോൾട്ട് മീറ്ററിൽ 230 എവിടെ വരും എന്ന് നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്തിരിക്കണം. അതനുസരിച്ച് വേണം നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ ഈ വാട്ടർ ട്രാൻസ്ഫോമറിൻ്റെ വേരിയബിൾ നോബ് വേരി ചെയ്യിക്കുമ്പോഴത്തേന് വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് വേറെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദെൻ 230 വോൾട്ടിലേക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്യുകയാണ്. യെസ്, നമ്മൾ ഈ വോൾട്ട് മീറ്ററിൽ 230 വോൾട്ടിൻ്റെ അളവിലേക്ക് വോൾട്ടേജ് വരുന്നതും വരെ ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക്
230 വോൾട്ട് എത്തിയിരിക്കുക. ഈ ടൈമിൽ സെക്കൻഡറിയിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് സെക്കൻഡറിയിൽ കണക്ട് ചെയ്തിരിക്കുന്നതായ വോൾട്ട് മീറ്റർ നോക്കിക്കൊണ്ട് മനസ്സിലാക്കുക. ആ രണ്ട് റീഡിങ് നമ്മൾ നോട്ട് ചെയ്യുക. പ്രൈമറിയിൽ 230 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡറിയിലെ വോൾട്ട് മീറ്ററിൽ ഇപ്പം കാണിച്ചിരിക്കുന്നത് 115 വോൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രൈമറിയിൽ നമ്മൾ 230 കൊടുത്തു, സെക്കൻഡറിയിൽ 115 വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വോൾട്ട് മീറ്റർ റീഡിങ്ങിൽ 2 വോൾട്ട് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജ് നോക്കിക്കൊണ്ട് അല്ലെ വോൾട്ടേജിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. റേഷ്യോ ഈസ് ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ VP എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഇവിടെ റേഷ്യോ നമുക്ക് VP കിട്ടിയിരിക്കുന്നത് 230 വോൾട്ട്, VS കിട്ടിയിരിക്കുന്നത് 115 വോൾട്ട്. അപ്പോൾ റേഷ്യോ ഈസ് ഈക്വൽ ടു 115 ഡിവൈഡഡ് ബൈ 230, ദാറ്റ്സ് ഈക്വൽ ടു 1/2 or 0.5. അതാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ നമുക്കറിയാം കെയുടെ വാല്യൂ 1-ൽ കുറവ് കിട്ടുന്ന കണ്ടീഷനിൽ ആ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. 1-ൽ കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.5 ആണ്, ദാറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും.